ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 റിലീസായിട്ടുള്ള സ്റ്റാർ ഫിഷ് എന്ന ഹോളിവുഡ് മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ മാൾട്ടയിലെ ഒരു നദിയിൽ ഡൈവിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായിക താരയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം തൊട്ടപ്പുറത്ത് ഒരു കപ്പലിന് തീ പിടിക്കുന്നത് കണ്ട് നായിക ഉടൻ തന്നെ നേവി ഓഫീസേഴ്സിനെ വിളിച്ച് വിവരമെല്ലാം പറയുന്നു. വിവരം ലഭിച്ച ഉടൻ തന്നെ നേവി ഓഫീസറായിട്ടുള്ള അമൻ ശർമ്മ അവർ നായികയോടും ടീമിനോടും ഈ റെസ്ക്യൂ മിഷനിൽ അവരോടൊപ്പം അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഒരുപാട് പേരുടെ ലൈഫിന്റെ കാര്യമായതുകൊണ്ട് നായിക മറ്റൊന്നും ചിന്തിക്കാതെ അവരോടൊപ്പം അതിനുവേണ്ടി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു. റെസ്ക്യൂ ചെയ്യുന്ന സമയം നായിക വെള്ളത്തിന് താഴെ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് ആ ഡോർ ഓപ്പൺ ചെയ്ത് ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അയാൾ നായികയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു. അവിടെയൊക്കെ ചെയ്ത് അയാൾ കൊല്ലപ്പെട്ട വിഷമത്തിൽ നേരെ മുകളിലേക്ക് കയറി പോകുന്ന നായികയെയാണ് കാണിക്കുന്നത്. മുകളിലെത്തിയ നായിക ആ മരണത്തെ പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ വെച്ച് സ്മോക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ആ ടെൻഷന്റെ പുറത്ത് സ്മോക്ക് ചെയ്യുന്നതിനിടയിൽ അവളുടെ മനസ്സിൽ അവളുടെ കുട്ടിക്കാലത്ത് നടന്ന അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ട്രോമയെല്ലാം ഓർമ്മ വരുന്നു. ഇതിനെ പറ്റിയെല്ലാം മെമ്മറിയിൽ വന്ന ഉടൻ തന്നെ നായിക പെട്ടെന്ന് അവിടെ വെച്ച് ബോധം കെട്ട് വീഴുന്നു. ആ സമയം ബോധം കെട്ട് എടുക്കുന്ന നായികയെ കണ്ട് അമൻ ശർമ്മ അവിടേക്ക് ഓടിയെത്തുന്നു. അമൻ ഉടൻ തന്നെ നായികയ്ക്ക് വേണ്ട മെഡിക്കൽ കെയർ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. മെഡിക്കൽ കെയർ എല്ലാം കിട്ടിയ ഉടൻ തന്നെ നായികയ്ക്ക് അവളുടെ ബോധമെല്ലാം തിരിച്ചു കിട്ടുന്നത് കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. അവിടെ കട്ട് ചെയ്ത് രാത്രിയിൽ തന്റെ അക്വേറിയത്തിലേക്ക് ഇടാനുള്ള മീനുമായി വീട്ടിലേക്ക് കയറി പോകുന്ന നായികയെയാണ് കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തലേന്ന് നടന്ന അപകടത്തെ പറ്റി പ്രസിന് മുമ്പിൽ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമൻ ശർമ്മയെയാണ് കാണിക്കുന്നത്. എന്നാൽ അമൻ ഈ പ്രസിനെ എല്ലാം അഡ്രസ് ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് നിന്ന് നായികയും ബോസും കൊളീഗ്സും എല്ലാം നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രസ് മീറ്റ് എല്ലാം കഴിഞ്ഞതിനു ശേഷം നായികയുടെ ബോസ് അമനെ മീറ്റ് ചെയ്തുകൊണ്ട് അവനോട് അവന് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അവന് വേണ്ടി ഒരു വേക്കൻസി ഉണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഇത് കേട്ട അമൻ താൻ ഇപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലെന്നും ഭാവിയിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്തായാലും അവരുടെ അടുത്തേക്ക് വരാമെന്നുമെല്ലാം ബോസിനോട് പറയുന്നു. അവിടെ കച്ചത് അന്ന് നൈറ്റിൽ ബോട്ട് മുങ്ങി മരിച്ച 5 പേരുടെ ഫ്യൂണറൽ ചടങ്ങാണ് കാണിക്കുന്നത്. ആ സമയം അവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്ന അമൻ ശർമ്മ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായികയെ കണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അമ്മനെ കണ്ട് നായിക അവനെ കളിയാക്കുന്ന രീതിയിൽ അവനെ നോക്കി ഒരു സല്യൂട്ട് എല്ലാം ചെയ്തുകൊണ്ട് അവനോട് അവൾക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. നായിക മദ്യപിച്ചിരിക്കുന്നത് ഓവറാണ് എന്ന് മനസ്സിലാക്കിയ അമൻ അവളെ നിർബന്ധിച്ച് അവിടെ നിന്നും അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വീട്ടിലെത്തിയ ശേഷം നായിക ആ മരണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് വീണ്ടും കുടിക്കാൻ വേണ്ടി തുടങ്ങുന്നു. മദ്യപിച്ച് ഓവറായ നായിക ആ മദ്യത്തിന്റെ ഹാങ് ഓവറിൽ അമനുമൊത്ത് അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നായിക മദ്യത്തിന് പുറത്താണ് തന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് എന്ന് മനസ്സിലാക്കിയ അമൻ അവളെ അവിടെ ഉറക്കി കിടത്തിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ കച്ചത് രാവിലെ തന്റെ മുത്തശ്ശിയോടൊപ്പം വീട്ടിലെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞതിനു ശേഷം അവൾ തന്റെ സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് നേരെ അവളുടെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിലെത്തിയ അവളോട് അവളുടെ കൊളീഗ് ഈ വീക്കിൽ ഓഫീസിൽ നിന്നും ഒരു ട്രിപ്പ് പോകുന്നുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഇത് കേട്ട നായിക ഉടനെ തന്നെ തന്റെ ബോസിനോട് താൻ ഈ ട്രിപ്പിൽ ഉണ്ടാവില്ല എന്ന കാര്യമെല്ലാം ചെന്നറിയിക്കുന്നു. അവിടെ കച്ചത് ഓഫീസിൽ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നായികയുടെ അടുത്തേക്ക് ഫ്ലവേഴ്സുമായി മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന അമനെയാണ് കാണിക്കുന്നത്. അമൻ നായികയോട് അവന് എത്രയും പെട്ടെന്ന് അവരുടെ ഫാമിലിയെല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് ഈ മാരേജ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്യണം എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട് നായികയ്ക്കും വളരെയധികം സന്തോഷമാവുന്നു. അവിടെയൊക്കെ ചെയ്ത് ഇരുവരും കൂടി ഒരുപാട് യാത്രകളെല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ യാത്രയെല്ലാം ചെയ്യുന്നതിനിടയിൽ നായിക ഒരു സ്ഥലത്ത് വെച്ച് ഒരു ക്ലൗഡിനെ കാണാനിടയാവുന്നു. ആ ക്ലൗഡിനെ കണ്ട ഉടൻ തന്നെ അവൾക്ക് വീണ്ടും അവളുടെ പഴയ ഫ്ലാഷ് ബാക്ക് സീനുകളെല്ലാം ഓർമ്മ വരാൻ വേണ്ടി തുടങ്ങുന്നു. അവൾ അവിടെയുള്ള ആൾക്കൂട്ടം പോലും നോക്കാതെ അവിടെ വെച്ച് ആ ക്ലൗഡിനോട് ഷൗട്ടെല്ലാം ചെയ്യുന്നു. എന്നാൽ നായികയുടെ ഈ ആറ്റിറ്റ്യൂഡ് അമന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ നായിക ട്രോമയുള്ള കാര്യം അവനിൽ നിന്നും മറച്ചു വെച്ചത് എന്തിനാണ് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അവളോട് ഷൗട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഒരു ട്രോമയുടെ പേരിൽ തന്നോട് ഇത്രയധികം മോശമായി പെരുമാറിയത് കണ്ട് അവൾക്ക് അതിൽ വളരെയധികം വിഷമമെല്ലാം ആവുന്നു. അവിടെയൊക്കെ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയം നായികയെ മീറ്റ് ചെയ്യാൻ വേണ്ടി നീൽ എന്ന വ്യക്തി അവിടേക്ക് വരുന്നു. അയാൾ നായികയോട് അവൻ ഈ നാട്ടിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്നും അതിന് മുന്നോടിയായി ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെ ഒരു പോണ്ട് ക്ലീൻ ചെയ്തു തരണം എന്നാവശ്യമെല്ലാം നായികയോട് പറയുന്നു. ആദ്യമൊക്കെ നായിക തിരക്കാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നീൽ ഒരുവിധം അവളെ ഈ വർക്കെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി സമ്മതിപ്പിച്ചെടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് വൃത്തിയാക്കേണ്ട പോണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടേക്ക് പോയി നോക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവിടെ
പ്രായമായിട്ടുള്ള ഒരു വ്യക്തി വന്ന് ഡോറെല്ലാം തുറക്കുന്നത് കണ്ട് നായികയ്ക്ക് അയാളെ എവിടെയോ വെച്ച് കണ്ടതായിട്ടുള്ള പരിചയമെല്ലാം തോന്നുന്നു. എന്നാൽ അയാൾ നായികയെ കണ്ടതായിട്ട് ഓർക്കാതെ നേരെ അകത്തേക്ക് കയറി ഇരിക്കാൻ വേണ്ടിയെല്ലാം പറയുന്നു. ആ സമയം നായികയ്ക്ക് വീണ്ടും പഴയ ട്രോമയെ പറ്റിയെല്ലാം ഓർമ്മ വരുന്നു. അവിടെ കച്ചിത് ഫ്ലാഷ് ബാക്കിൽ 2012 ഗോവയാണ് കാണിക്കുന്നത്. നായിക തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഗോവയിൽ പാർട്ടിയെല്ലാം എൻജോയ് ചെയ്യുന്ന സമയം അവിടെ വെച്ച് ആ പ്രോഗ്രാമിൽ പാടാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു സിംഗറായിട്ടുള്ള വ്യക്തിയെ മീറ്റ് ചെയ്യാനിടയാകുന്നു. അപ്പോഴാണ് നമുക്ക് ആ സിംഗറായിട്ടുള്ള വ്യക്തിയും ഇപ്പോൾ വാതിൽ തുറന്ന ആ പ്രായമായ വ്യക്തിയും ഒരാളായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. ആ വ്യക്തിയുടെ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട നായിക അയാളുമൊത്ത് കുറച്ച് സമയമെല്ലാം ചെലവഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ നിന്നും പോകുന്നതിന് മുമ്പായി ആ വ്യക്തി നായികയ്ക്ക് സമ്മാനമായി ഒരു ലോക്കറ്റ് എല്ലാം കൊടുക്കുന്നു. അവിടെ കച്ചിത് പാർട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന നായികയുടെ കയ്യിൽ ആ ലോക്കറ്റ് കണ്ട് നായികയുടെ അമ്മ അവളോട് അതിനെപ്പറ്റിയുള്ള കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ നായിക ഇത് ആ പാട്ടുകാരനാണ് അവൾക്ക് കൊടുത്തത് എന്ന കാര്യമെല്ലാം പറയുമ്പോൾ അവളുടെ അമ്മ അതിന്റെ പേരിൽ അവളോട് ഷൗട്ടെല്ലാം ചെയ്യുന്നു. തന്റെ അമ്മ ഒരു ലോക്കറ്റിന്റെ പേരിൽ തന്നോട് ഷൗട്ട് ചെയ്ത ദേഷ്യത്തിൽ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവളുടെ അച്ഛൻ അവളുടെ പിണക്കമെല്ലാം മാറ്റി അവളെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നാൽ ആ സമയം വീട്ടിൽ സൂയിസൈഡ് ചെയ്തെടുക്കുന്ന അമ്മയെ കണ്ട് അവൾ മൊത്തത്തിൽ ഷോക്കാവുന്നു. അവിടെ കച്ചിത് പ്രസന്റിൽ നീലിനൊപ്പം ക്ലീൻ ചെയ്യാനുള്ള പോണ്ടെല്ലാം ചെക്ക് ചെയ്യാൻ പോകുന്ന നായികയെയാണ് കാണിക്കുന്നത്. തന്റെ ഫ്ലാഷ് ബാക്ക് എല്ലാം ഓർത്ത് നായിക ഈ കോൺട്രാക്റ്റിൽ നിന്നും പിന്മാറാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നു. എന്നാൽ നീൽ അവളെ ഒരു തരത്തിലും ഇതിൽ നിന്നും പിന്മാറാൻ സമ്മതിക്കാതെ ഈ കോൺട്രാക്ട് അവളെ കൊണ്ട് നിർബന്ധപൂർവ്വം ഏറ്റെടുപ്പിക്കുന്നു. അവിടെ കച്ചിത് തന്റെ കൊളീഗിനെയും കൂട്ടിക്കൊണ്ട് പോണ്ട് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പോണ്ടെല്ലാം ക്ലീൻ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന നായികയുടെ അടുത്തേക്ക് നീൽ 2 ബിയർ ബോട്ടിലും എടുത്തുകൊണ്ട് കാണാനായി വരുന്നു. കുറെ നേരം ഇരുവരും കൂടി പരസ്പരം സംസാരിച്ചത് കൊണ്ട് നായികയ്ക്ക് നീലിൽ ഒരു വിശ്വാസമെല്ലാം ക്രിയേറ്റ് ആവുന്നു. അവൾ തന്റെ ഫാമിലിയിൽ തന്റെ മദർ സൂസൈഡ് ചെയ്ത കാര്യമെല്ലാം നീലിനോട് തുറന്നു പറയുന്നു. അവിടെ കച്ചിത് ഒരു ദിവസം രാവിലെ ഓഫീസിൽ ജോലിക്ക് പോകുന്ന നായികയെയാണ് കാണിക്കുന്നത്. ഓഫീസിലെത്തിയ ശേഷം അവൾ തന്റെ ബോസിനോട് അവളുടെ മെന്റൽ ഹെൽത്ത് കുറച്ച് നാളായി വീക്കാണെന്നും അതുകൊണ്ട് തനിക്ക് ഒരു ബ്രേക്ക് വേണം എന്ന കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് ബോസിനോട് കുറച്ച് ദിവസത്തെ ലീവെല്ലാം ചോദിക്കുന്നു. ലീവെല്ലാം കിട്ടിയ ശേഷം തന്റെ അമ്മ എഴുതിയിരുന്ന ഡയറിയും എടുത്തുകൊണ്ട് യാത്ര തിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. യാത്രക്കിടയിൽ ഒരു കോഫി ഷോപ്പിൽ വെച്ച് നായിക റെസ്റ്റ് എടുക്കുന്ന സമയം ആക്സിഡന്റലി നീലിനെ അവിടെ വെച്ച് കാണാനിടയാകുന്നു. ആ സമയം നീൽ താൻ ഇവിടെ ഒരു മ്യൂസിക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ് വന്നതെന്നും താല്പര്യമുണ്ടെങ്കിൽ നായികയ്ക്കും ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാമെന്നുമെല്ലാം അവളോട് പറയുന്നു. അവിടെ വെച്ച് നീലിന്റെ സോങ് എല്ലാം കേട്ട നായികയ്ക്ക് അവനോട് വളരെയധികം അറ്റാച്ച്മെന്റ് എല്ലാം തോന്നുന്നു. അവൾ പിന്നീടുള്ള യാത്രയിൽ നീലിനെയും കൂടെ കൂട്ടുന്നു. അവർ രണ്ടുപേരും കൂടി ഒരുപാട് യാത്രകളെല്ലാം ചെയ്തുകൊണ്ട് മാൾട്ടയിൽ നിന്നും വളരെയധികം ദൂരെ ഒരു നാട്ടിൽ ഒരു വീടെല്ലാം എടുത്ത് അവിടെ താമസിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇതേ സമയം നായിക വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന അമനെയാണ് കാണിക്കുന്നത്. ബോസ് അമനോട് അയാൾ ഓഫർ ചെയ്ത പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തതിന് വളരെയധികം നന്ദിയെല്ലാം പറയുന്നു. അമൻ ഓഫീസിലുണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നും നായിക ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ അഡ്രസ് എല്ലാം കളക്ട് ചെയ്തെടുക്കുന്നു. അവിടെയൊക്കെ ചെയ്ത നായിക തന്റെ അമ്മയുടെ ഡയറിയിൽ നിന്നും അവരുടെ പഴയ കാമുകന്റെ അഡ്രസ് എല്ലാം കണ്ടുപിടിച്ച് അയാളെ മീറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയം അവർ 1992-ൽ ഗോവയിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കച്ചിത് നായികയുടെ അമ്മയുടെ ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ തന്റെ കാമുകനോടൊപ്പം ഗോവയിൽ വന്നിരിക്കുന്ന നായികയുടെ അമ്മയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവിടെ സിംഗറായി വന്നിട്ടുള്ള വ്യക്തിയെ കണ്ട് അവർ അയാളുമായി പ്രണയത്തിലെല്ലാം ആവുന്നു. ഇതെല്ലാം പറഞ്ഞ ശേഷം അയാൾ ഫ്ലാഷ് ബാക്കിലെ കുറച്ച് ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് നായികയ്ക്ക് ആ സിംഗറും അന്ന് പോണ്ട് ക്ലീൻ ചെയ്യാൻ പോയ വീട്ടിലെ വ്യക്തിയും ഒരാളായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. ഇതെല്ലാം ഓർത്ത് നായിക സൂയിസൈഡ് എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതിൽ പരാജയപ്പെട്ടു പോകുന്നു. അവളുടെ ഈ അവസ്ഥ കണ്ട അവളുടെ അച്ഛനും ബന്ധുക്കാരും കൂടി അമൻ ശർമ്മയുമായി നായികയുടെ കല്യാണമെല്ലാം ഉറപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെയിരിക്കെ കല്യാണ നിശ്ചയത്തിന്റെ ദിവസം നീൽ നായികയും കൂട്ടിക്കൊണ്ട് അവൾ ആഗ്രഹിച്ച പ്രകാരമുള്ള വീടെല്ലാം കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഈ സമയം നായിക തനിക്ക് വേറെ നിവർത്തിയില്ലെന്നും അവൻ വരാൻ വേണ്ടി ലേറ്റായി പോയി എന്നുമെല്ലാം അവനോട് പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അമ്മനുമൊത്ത് ഇഷ്ടമല്ലാത്ത ഒരു എൻഗേജ്മെന്റ് എല്ലാം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്രോഗ്രാമിന് ബന്ധുക്കളും ഓഫീസിലെ കൊളീഗ്സും എല്ലാം വന്നുകൊണ്ട് പ്രോഗ്രാം ഗ്രാൻഡായിട്ട് തന്നെ ആഘോഷിക്കുന്നു. അവിടെ കച്ചിത് കുറച്ച് നാളുകൾക്ക് ശേഷം ആ പഴയ സിംഗറെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയം അവൾ അയാളോട് അവളെ ഇതിനു മുമ്പ് 2012-ൽ ഗോവയിൽ വെച്ച് പരിചയപ്പെട്ട കാര്യം ഓർമ്മയുണ്ടോ എന്നുമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട അയാൾ താൻ പരിചയപ്പെട്ട വ്യക്തികളെ ഒരിക്കലും മറക്കാറില്ലെന്നും അന്ന് അയാളെ കണ്ട ശേഷം നായികയുടെ ജീവിതത്തിൽ നടന്ന പല ട്രാജഡികളെ കുറിച്ച് ഓർത്തിട്ടാണ് താൻ ഇതിനെപ്പറ്റി നായികയോട് ചോദിക്കാതിരുന്നത് എന്നുമെല്ലാം അവളോട് പറയുന്നു. ഇത് കേട്ട താര അവളുടെ ഫോണിൽ നിന്നും അവളുടെ അമ്മയുടെ ഒരു ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് അയാളോട് ഈ സ്ത്രീയെ പരിചയമുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അയാൾ
താൻ ഈ സ്ത്രീയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുമെല്ലാം നായികയോട് പറയുന്നു. ഇത് കേട്ട നായിക അയാൾ കള്ളം പറയുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാളോട് ഷൗട്ടെല്ലാം ചെയ്യുന്നു. എന്നാൽ ഇത് കേട്ട ആ വ്യക്തി നായിക പറഞ്ഞ ആ ഡേറ്റിൽ അയാൾ ഗോവയിൽ ഉണ്ടായിരുന്നില്ല എന്നതിനുള്ള തെളിവെല്ലാം നായികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അയാൾ നായികയ്ക്ക് കുറച്ച് അഡ്വൈസ് എല്ലാം കൊടുത്ത ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അവിടെ കട്ട് ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. നായിക മാൾട്ടയിൽ ഒരു ബീച്ച് സൈഡിൽ ഇപ്പോൾ സ്വന്തമായി ഒരു ഹോട്ടലെല്ലാം നടത്തി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവളോടൊപ്പം അവളുടെ ഭർത്താവായിട്ടുള്ള നീലും കൂടെ ഒരു കൊച്ചിനെയും കാണിച്ചുകൊണ്ട് ഒരു ഫീൽ ഗുഡ് എൻഡിങ്ങിൽ ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.